ഹലോ, എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജംഗിസ് ഖാന്റെ എത്രയും പ്രസിദ്ധമായ പ്രതിമ കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇക്വസ്ട്രിയൻ പ്രതിമ എന്നറിയപ്പെടുന്നു. കുതിരസവാരി ചെയ്യുന്ന പ്രതിമ. ഇതിൽ ഏറ്റവും വലിപ്പമുള്ള, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു പ്രതിമയാണ്. 40 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. സ്വാഭാവികമായും ഒരു വലിയ ലോകത്തിൻ്റെ പകുതിയോളം അടക്കി ഭരിച്ചിരുന്ന ചെങ്കിസ് ഖാൻ ഒരു കാലത്ത് 12-13 നൂറ്റാണ്ടുകളിൽ അദ്ദേഹത്തിൻ്റെ എംപയർ ഏകദേശം ലോകത്തിൻ്റെ പകുതിയോളം, യൂറേഷ്യ മുഴുവൻ, യൂറോപ്പിൻ്റെ ഏകദേശം പകുതിയോളം ഇന്ത്യയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ചൈന തുടങ്ങിയ യൂറേഷ്യൻ ഭാഗങ്ങളിൽ ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജനം അധിവസിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം അദ്ദേഹം തൻ്റെ കാൽക്കീഴിലാക്കി എംപയർ സ്ഥാപിച്ച ഒരു ഉരുക്കു മനുഷ്യൻ. തിമുച്ചിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നു. തിമുച്ചിൻ, അദ്ദേഹം ഒരു നോമാഡിക് ഗോത്രത്തിലെ അംഗമായിരുന്നു. ആ നോമാഡിക് ഗോത്രത്തിലെ അംഗം, അവർ നോമാഡ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സഞ്ചരിച്ച് കുതിരസവാരി ചെയ്ത് ലോകം മുഴുവൻ കീഴടക്കിയ വ്യക്തിയാണ് ചെങ്കിസ് ഖാൻ. ഉരുക്ക മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പേര്. ചെങ്കിസ് ഖാൻ എന്ന് ഉള്ള നാമത്തിൽ പിന്നീട് അറിയപ്പെട്ടു. അപ്പോൾ അതൊരു ഗോത്രത്തലവനായിരുന്ന അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കി. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച്. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ ജൈൻജാൻറ്റിക് പ്രതിമ കാണുന്നതിന് വേണ്ടി സഞ്ചാരം ടീം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരുമിച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. അതിന് പുറമെ എല്ലാവരും ഒരുമിച്ച് നടക്കുകയാണ്. കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികളുടെ കൂടെയുള്ള നിന്നുള്ള ഫോട്ടോയും ഒക്കെ ഞങ്ങൾ എടുത്തു. കണ്ടോ, ഈ പ്രദേശത്തിൻ്റെ ഒരു ഭംഗി. വാസ്റ്റ് സ്റ്റെപ്പീസാണ്, വളരെ വിശാലമായി കിടക്കുന്ന പുൽമേടുകൾ. അപ്പോൾ അതിൻ്റേതായ ഒരു മനോഹാരിതയുണ്ട്. ഒരു കാലത്ത് ചെങ്കിസ് ഖാൻ വിഹരിച്ചിരുന്ന നാട് 12-ാം നൂറ്റാണ്ടിൽ ഒരു ക്ലാനിൻ്റെ, ഒരു ഗോത്രത്തിൻ്റെ നേതാവായി, ഗോത്രത്തിലെ ഒരു കുട്ടി ആയി വളർന്ന തിമുജിൻ എന്ന് പറഞ്ഞാൽ അയൺ മാൻ എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ്. അപ്പോൾ ആ കുട്ടിയാണ് ഭാവിയിൽ ലോകം കീഴടക്കി നമ്മളെ ചെങ്കിസ് ഖാൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു ഫാമിലി നെയിമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു ക്ലാനിൻ്റെ പേരാണ്. ഹാൻ എന്ന് പറയുന്ന ഒരു ക്ലാനിൻ്റെ പേരാണ്. ചെങ്കിസ് ഖാൻ എന്ന പേര് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ തിമുച്ചിൻ എന്ന പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. അതിമനോഹരമായ ഒരു പ്ലേസാണ്, പ്രദേശമാണ്. അപ്പോൾ ആൾക്കാർ ഫോട്ടോ എടുത്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എല്ലാവരും നിൽക്കുകയാണ്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ പ്രതിമ ഇരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്, അതിൻ്റെ ചോട്ടിലേക്ക് പോവുകയാണ്. ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട്. കുന്തം പോലെ നിൽക്കുന്നവരും ഉണ്ട്. ലിതി ഹായ്. ചെങ്കിസ് ഖാൻ അൽഫോണി ചേച്ചി ഉണ്ട്. ജെസി അൽഫോണി പിന്നല്ല, അത് നമ്മളെത്തില്ലേ മോശം. അവർ പിറവംകാരാണ്. പിന്നെ നമ്മുടെ ആളുകളാണ്, എല്ലാവരും നമ്മുടെ ആളുകൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇക്വസ്ട്രിയൻ സ്റ്റാച്യു ലോകത്തിലെ ഏറ്റവും വലുത്, 40 മീറ്റർ ഉയരം. അത്രയും ഉയരമുള്ള ഒരു പ്രതിമ തന്നെ വേണം. കാരണം അത്രയും ഉയരത്തിലെത്തിയ ഒരാൾ പിന്നെ പ്രതിമ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ തന്നെ ആയിരിക്കണം. സത്യത്തിൽ ഈ പ്രതിമയുടെ മുമ്പിൽ
ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഉള്ള ചെറുപ്പം, ആ പ്രതിമയുടെ വലിപ്പവും ഗുരുത്വവും നമ്മുടെ ലഘുത്വവും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതാൽ കാണൂ എൻ്റെ വലിപ്പം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രതിമ തന്നെയാണത്. അത്തരത്തിൽ പ്രതിമ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ തന്നെ ആയാൽ മാത്രമേ സാക്ഷാൽ ചെങ്കിസ് ഖാനോട് നീതി പുലർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ നോമാഡിക് ലൈഫ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവരുടെ ക്യാമ്പ്, ക്യാമ്പ് സന്ദർശിച്ചു. അവരുടെ കൂടാരത്തിന് യുർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ സന്ദർശിച്ചു. അവരുടെ ട്രഡീഷണൽ നോമാഡിക് ലൈഫ് പരിചയപ്പെട്ടു. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുക അതിസാഹസികമായ ജീവിതമാണ്. ഇവിടേതാ ഇത്തരം ഊഷരഭൂമി പോലെ വൃക്ഷങ്ങളൊന്നുമില്ല. എത്രയെങ്കിലും ദൂരം ഇതിൻ്റെ പ്രിമൈസസ് നമ്മളൊന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ ലാൻഡ്സ്കേപ്പ് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ സാധിക്കാത്ത ലാൻഡ്സ്കേപ്പാണ്. പക്ഷേ ക്രോപ്സ്, നമ്മളെ ധാന്യങ്ങളൊന്നും ഇവിടെ വളർത്തിയെടുക്കൽ എളുപ്പമല്ല. തണുപ്പ് കാലാവസ്ഥ അതും ഒരു വേറെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് പൊട്ടറ്റോ, ക്യാരറ്റ്, ഒണിയൻ തുടങ്ങിയവയാണ് ഇവിടുത്തെ ക്രോപ്സ് എന്ന് പറയുന്നത്. പിന്നെ കുതിര, ലോകത്തിലെ ഏറ്റവും കുതിരകളുള്ള നാടാണ് മംഗോളിയ. കുതിരകൾ ഉണ്ടെങ്കിൽ കൈവശമുള്ളവർക്ക് അതിശക്തമായ കുതിരയും അതിശക്തമായ ശരീരവും വിൽ പവറും ഉള്ള ഒരു സമൂഹത്തിന് അന്ന് ലോകം കീഴടക്കാൻ സാധിക്കും. തൻ്റെ രാജ്യത്തെ വികസിപ്പിച്ച് ലോകത്തിൻ്റെ സീമയിൽ എത്താൻ സാധിക്കും. ലോക സീമ എവിടം വരെ ഉണ്ടോ അവിടം വരെ എത്തിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ സാധിച്ച ഒരു മഹാശൂരവീര പരാക്രമിയാണ് ചെങ്കിസ് ഖാൻ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും വലുതെന്ന് മാത്രമല്ല, അതിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു തികഞ്ഞ കലാകാരനാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വാക്കുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇനി അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നതാണ്. അകത്തേക്ക് കയറുകയാണ്. കൂട്ടുകാരൊക്കെ അകത്തെത്തി. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. സെക്യൂരിറ്റി ചെങ്കിസ് ഖാൻ വിവിധ ഫോട്ടോകൾ, വിവിധ പ്രായത്തിലുള്ള ഫോട്ടോകൾ. അല്ല, അത് കാരണം അവർ ദേഷ്യപ്പെടും. അങ്ങനെയാണ്. അത്രയും എനർജി ആവേശത്തോടു കൂടി നിൽക്കുന്നതാണ് ശ്രീകുമാരി മേഡം, നമ്മുടെ സുഹൃത്താണ്. ചുമ്മാ തമാശയ്ക്ക്. അതൊക്കെയാണ് കാണുന്നത്. ചെങ്കിസ് ഖാൻ വേണ്ട. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ ഗൈഡ് വിശദീകരിക്കുന്നുണ്ട്. Take some time, so you can also visit the souvenir shops, also cafes, so you can go around the statue. Well, yeah. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. ചുറ്റുപാടും ചെന്ന് കഴിഞ്ഞാൽ സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, എല്ലാ സംഗതികളും ഉണ്ടെന്ന് ഗൈഡ് വിശദീകരിക്കുന്നുണ്ട്. ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ചിലർ വിശദീകരണം കേൾക്കുന്നുണ്ട്, ചിലർ മിക്കവാറുമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാണേണ്ടത്. ഇതിനകത്തുള്ള പിക്ചേഴ്സ്. സെക്യൂരിറ്റി, ഹായ് ഹായ്, താങ്ക് യു. അത് സെക്യൂരിറ്റിയാണ്. മനോഹരമായ ചിത്രം. ചിത്രം നമ്മുടെ സുഹൃത്തുക്കൾ അകത്തേക്ക് നടക്കുന്നു. അവരുടെ കൂടെ അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ ജംഗീസ് ഖാൻ. അതാണ് ജംഗീസ് ഖാൻ. ജംഗീസ് ഖാൻ അദ്ദേഹം കീഴടക്കുന്ന രാജ്യങ്ങളിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി വിതച്ചിരുന്ന ആളായിരുന്നു എങ്കിലും മംഗോളിയക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അദ്ദേഹം ഒരു ഗ്രേറ്റ് ഹീറോയാണ്. പിന്നെ ഹീറോയിക് ആക്ടിവിറ്റീസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം തമ്മിലടിച്ചിരുന്ന വിവിധ ക്ലാനുകളെ, ഗോത്രങ്ങളെ യോജിപ്പിച്ച് അടുത്ത ചിത്രം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേട്ടമാണ്. അങ്ങനെ രാജ്യത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നേട്ടമാണ്. നമ്മൾ ചിന്തിക്കുമ്പം ഉത്തരേന്ത്യയിൽ വന്ന് മൊത്തം കീഴടക്കിയത് കൊണ്ട് നമുക്ക് ചിലപ്പം ഒരു വില്ലൻ്റെ പരിവേഷമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക. എങ്കിൽ പോലും മംഗോളിയൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയ ഒരു ഗ്രേറ്റ് ഹീറോ തന്നെയാണ്. ഇവിടെ എല്ലാം ചെങ്കിസ് ഖാൻ്റെ ഫോട്ടോകളും പ്രതിമകളും ചെങ്കിസ് ഖാൻ മയമാണ് മംഗോളിയ എന്ന് തന്നെ പറയാം. കാരണം അവരുടെ എക്കാലത്തെയും വലിയ ഹീറോ ആയിരുന്നല്ലോ.